ഹേ ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് മോട്ടോർ സൈക്കിൾസ് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഷോ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഒരു കാറ്റഗറിയിൽ പെടുന്ന വണ്ടികളാണ് വന്നിരിക്കുന്നത്. അഡ്വഞ്ചർ കാറ്റഗറിയിൽ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കിട്ട് കിടക്കാം. നമുക്ക് വന്നിരിക്കുന്നത് സ്ക്രാം 411 ഉണ്ടായിരുന്നല്ലോ, അത് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും, പിന്നെ നമ്മൾക്ക് നമ്മുടെ ഗൊറില്ല 450 മാത്രം ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചു. പക്ഷെ അവർ അത് ചെയ്യാതെ സ്ക്രാം അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനൊന്ന് ഒരു അപ്ഗ്രേഡ് പോലെ കൊടുത്തിരിക്കുകയാണ്. എൻജിൻ മാറ്റിയിട്ടില്ല, ഒരു 440, അതായത് എൻജിൻ്റെ CC കുറച്ചൊന്ന് കൂട്ടി. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇപ്പോൾ ഉള്ള എൻജിനെ ഒന്ന് ബോർ ചെയ്തിട്ട്, അപ്പോൾ ഈ സിലിണ്ടറിൽ 3 mm കൂട്ടുന്ന സമയത്ത് 440 cc ആവുകയും ചെയ്യും. പിന്നെ കുറച്ച് കമ്പോണൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നു പിസ്റ്റണും സിലിണ്ടർ ഹെഡ് എല്ലാം ചേഞ്ച് വന്നിട്ടുണ്ടാവും. അതേപോലെ ഇവർ ഗിയർ ബോക്സ് മാറ്റിയിട്ടുണ്ട്, 6 സ്പീഡ് ഗിയർ ബോക്സ് ആക്കിയിരിക്കുന്നത്. അതായത് ഈ കുറച്ച് ഇത് സൈസും കൂട്ടിയിട്ട് 6 സ്പീഡ് ഗിയർ ബോക്സും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ചസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PS പവറും അതേപോലെ 2 Nm ടോർക്കും കൂടിയിട്ടുണ്ട്. സോ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സും ആയപ്പോൾ ടൂണിങ് ചേഞ്ച് ഉണ്ടാവും. RPM കുറച്ച് മുന്നിലായിട്ടാണ് പവറെല്ലാം കിട്ടുന്നത്. സോ എനിക്ക് തോന്നുന്നു ടൂറിങ്ങിനൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും. ലെറ്റ്സ് സീ. നമുക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. നമ്മുടെ ഹിമാലയ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആ വണ്ടി എന്തായാലും നോക്കണം. എങ്ങനെയാണ് നമ്മൾക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ട്ഫുള്ളാണ്. ഡൗട്ടല്ല, നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഹെഡും സിലിണ്ടറും പിസ്റ്റണും പിന്നെ ECU അപ്ഡേറ്റ് ചെയ്യണം, പിന്നെ ഗിയർ ബോക്സ് മാറ്റണം. സോ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അങ്ങനെ ചെയ്യേണ്ടത്. ഈ 1 PS-ഉം 2 Nm ടോർക്കും അല്ലേ കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത്, അല്ല അത് നമ്മൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ഇത് ചെയ്യണത് വേർത്ത് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും വണ്ടി ഒന്ന് വന്നിട്ട് ഓടിച്ച് നോക്കാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നുള്ളത് അതിന് ക്രാഷ് ഗാർഡ്സ് ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ വെൽക്കം ചെയ്യേണ്ടതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ട്രാക്ക് പോലും ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് പുതിയതായിട്ട്. സോ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിലോട്ടൊന്നും പോകേണ്ടത് വരുന്നില്ല. ഇപ്പോൾ കറണ്ടുള്ള എക്സ്പൾസ് ഇല്ലേ, ആ എക്സ്പൾസിന് വരെ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ദേ ആർ സ്റ്റോപ്പിംഗ് ആ ഓൾഡ് എൻജിൻ നിർത്തിയിട്ട് അവരൊരു 210 cc എൻജിൻ അവരുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള കരിസ്മയിലുള്ള ആ സെയിം എൻജിൻ വെച്ചിട്ട് കുറച്ച് ട്യൂണിങ്ങോട് കൂടിയിട്ട് നമ്മുടെ എക്സ്പ്രസിലോട് വരുന്നുണ്ട്. അത് നല്ലൊരു ചേഞ്ചാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അതിൽ 6 സ്പീഡ് ഗിയർ ബോക്സും ഉണ്ട്. അത് കുറച്ചും കൂടി ടെക് അഡ്വാൻറ്റേജ് ആയ ഒരു എൻജിനും കൂടിയാണ്, ഒരു DOHC എൻജിനാണ്. സോ കുറച്ച് സ്മൂത്തറാണ്. ഇപ്പോൾ ഉള്ള കരിസ്മയുടെ എൻജിൻ നല്ല എൻജിനാണെന്നാണ് കുറേ പേര് നമ്മൾ റിവ്യൂസും സ്റ്റൈലും കാര്യങ്ങളെല്ലാവരും ഓടിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ അത് പ്രോമിസിങ് ആണ്. വലിയ ഇഷ്യൂസൊന്നും ഇല്ലാത്ത എൻജിനാണ് കമ്പയർ ടു ദിസ്. ഇപ്പോഴത്തെ ഉള്ളതിനേക്കാളും ഇഷ്യൂസ് കുറവാണ്. സോ അതൊരു വലിയൊരു ചേഞ്ചാണ്. ഇനിയിപ്പോൾ ഹീറോ എടുക്കണം എന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അതൊന്ന് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻജിൻ നല്ലതാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു ഹെൽപ്ഫുള്ളായിരിക്കും അടുത്തുള്ള വണ്ടികൾക്കൊക്കെ. KTM ലൈനപ്പിലുള്ള നമ്മുടെ അഡ്വഞ്ചർ 390 എല്ലാം ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡ്യൂക്കിൽ ഇപ്പോൾ വന്ന പുതിയ എൻജിൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇനി എന്തായാലും അഡ്വഞ്ചർ വണ്ടികൾ കുറേ ഷോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിലിനിയിപ്പോൾ H തൊട്ടിട്ട് എല്ലാം ഉണ്ട്. H 6 പിന്നെ അങ്ങനെ എല്ലാ വേരിയൻറ്റും, അതായത് ട്രാക്ക് റൈഡിങ്ങും പിന്നെ അഡ്വഞ്ചർ പിന്നെ H എന്നുള്ള രീതിക്ക് കുറേ വേരിയൻറ്റ് വെച്ചിട്ടുണ്ട്. അതും ഡിസൈൻസ് കുറച്ച് പ്രോമിസിങ് ആണ്. BR 650 പറഞ്ഞ മോട്ടോർ സൈക്കിളാണ്. അതെടുത്ത് പറയേണ്ട ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെപ്റ്ററിൻ്റെ എൻജിൻ വെച്ചിട്ട് ഒരു 4 lakh ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു 1 ബൈക്ക് ഫോർ എവരി പർപ്പസ് എന്നുള്ള രീതിക്ക് അത് പക്ക സ്യൂട്ടബിളാണ്. അതായത് പക്ക സ്യൂട്ടബിൾ വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ എന്തൊക്കെ വേണമെന്ന് വിചാരിച്ചു അത്രയും അത് മോഡിഫൈഡ് ആക്കിയിട്ടുള്ള മോഡലാണ് വണ്ടി വന്നിരിക്കുന്നത്. അതായത് സസ്പെൻഷൻ ട്രാവൽ കൂട്ടിയിട്ട് നമുക്കിപ്പോൾ സൈലൻസർ 2 ഉള്ളത് അത് നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല സൗണ്ടിങ് ആണ്. പക്ഷെ അവരതിനെ രണ്ടും കൂടി ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം സ്കാമ്പേഴ്സ് മോഡൽ വണ്ടികൾക്ക് ഈ 2 അതൊന്നും ക്രോമൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ചേരാൻ കൂടി ബുദ്ധിമുട്ടാണ്. സോ അവരത് പക്ക ഒരു ഷോർട്ടായിട്ടൊരു സൈലൻസർ വെച്ചിട്ട് നൈസാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ സസ്പെൻഷൻ ട്രാവൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ LED ആക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഹാൻഡിലൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബാക്കത്തെ ആ സ്റ്റൈലിംഗ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ചാണ്. നമുക്ക് ആ വണ്ടി
എനിക്ക് ഹിമാലയൻ്റെ മീൻസ് ഈ ഒരു എസ്തറ്റിക് ലുക്കിൽ നമുക്ക് ടോപ്പ് നോച്ചാണ് അത്. അത്ര എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ്. അതായത് മീൻസ് നമ്മൾ ഹിമാലയൻ പോലെയൊന്നും അല്ല, കുറച്ചും കൂടെ അതിൻ്റെ ബഡ്ജറ്റ് കയറി നിൽക്കും. എന്താ വെച്ചാൽ സർവീസിലാണെന്നുണ്ടെങ്കിലും പിന്നെ പാർട്സിലും. പിന്നെ എൻജിൻ പ്രൂവൺ എൻജിനാണ്, നിങ്ങൾ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പെർഫോമൻസ് പാർട്സുകളുണ്ട്, അത് അത്രയും പ്രൂവൺ ആണ്, പവർഫുള്ളാണ്, പിന്നെ റിലയബിൾ ആണ്, എല്ലാം കൊണ്ടും അടിപൊളി എൻജിനാണ്. സോ അതുകൊണ്ടാണ് അവർ അത് അത്രയ്ക്കും വൈഡാക്കിയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ ചുമ്മാ എൻജിൻ വെച്ചിട്ട് ചുമ്മാ ഓരോ വണ്ടികൾ ഇറക്കി വിടാമെന്നല്ല. മീൻസ് എല്ലാം അവർ പെർപ്പസ് പോലെ ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ മോഡിഫിക്കേഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഇവരത് ഓരോരോ യൂസേഴ്സിന് വേണ്ട രീതിക്കുള്ള വണ്ടികൾ ഇറക്കുന്നുണ്ട്. അതായത് സൂപ്പർ മീറ്റിയോറൊക്കെ പറഞ്ഞാൽ അത് പക്ക ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളാണ്. നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ വണ്ടി വേണമെന്നുള്ള ആൾക്കാർക്ക്, ഒരു ക്രൂസർ വണ്ടി വേണമെന്നുള്ളവർക്ക് അത് എടുക്കാൻ, അത് വേറെ ഒന്നും ചെയ്യണ്ട, വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾക്ക് വേണ്ട പോലെ നമുക്കൊരു അതിലൊരു സെഗ്മെൻറ്റിൽ ആ എൻജിൻ വെച്ചിട്ടൊരു വണ്ടി കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ. സോ BR 650 പറയുന്നത് ഇപ്പോൾ ഞാൻ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 4 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ബൈക്ക്. എന്താ വെച്ചാൽ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാം, പിന്നെ നമുക്ക് റോഡ് യൂസ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളാണ്, നമുക്ക് ലൈഫ് ലോങ് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് റൈഡ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് നോക്കാം. അതായത് ഇപ്പോൾ BR 650 നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ. സോ ഒന്ന് പോയി നോക്കാം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.